ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദോഹ ഓൾഡ് ബോട്ടിലാണ് കേട്ടോ. ഇവിടെ കുറേ ബോട്ടുകളുണ്ട്. അതിലൊരു പ്രത്യേക തരം ബോട്ട് ഞാൻ കാണിച്ചു തരാം. സിറ്റ് ഔട്ട് പോലെ തോന്നിക്കുന്ന ബോട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ നടന്നു. അതിനുശേഷം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന നല്ല അടിപൊളി പച്ചപ്പുൽ വിരിച്ച നല്ല പാർക്കുണ്ട്. ആ പാർക്കിലൊക്കെ ലൈറ്റ് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. നടക്കുന്ന വഴിയിലൊക്കെ ബോൾ പോലെ തോന്നിക്കുന്ന ഇരിപ്പിടങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. ഇവിടെ നിന്ന് കുട്ടികളുടെ പരേഡ് നടക്കുന്നുണ്ട്. ഈ വണ്ടി കണ്ടോ? ഇതിൽ കയറി നമുക്ക് ചുറ്റി കാണാം. ഫ്രീ ആണ്. നടന്ന് കാണുന്നതാണ് ഒന്നുകൂടി നല്ലത്. 3D ടൈപ്പ് ചുവർ ചിത്രങ്ങൾക്ക് മുന്നിൽ എല്ലാവരും നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഞങ്ങളും എടുത്തു. ഇടയിലൊക്കെ വിജനമായ ഇടനാഴികളുണ്ട്. നടന്ന് ഞങ്ങൾ ക്ഷീണിച്ചു. ഒരു ചായ കിട്ടിയെന്ന് വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ ചായ കട കണ്ടു. അവിടെ ഞങ്ങളോരോ ചായയും കുടിച്ചു. അടിപൊളി സൂപ്പ് ചായ ഉണ്ട് കേട്ടോ. പിന്നെ കണ്ടത് എൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു ജഗ്ഗാണ്. ഇത് പുരാതന വസ്തുക്കളും മറ്റുമുള്ള ഒരു ഷോപ്പാണ്. ഇതിലെനിക്ക് പരിചയമുള്ളൊരു സാധനമുണ്ട്, തുലാസ്. അത് മാത്രം നാട്ടിലുള്ളത് തന്നെയാണ്. സ്വർണ്ണ നിറത്തിലും ചെമ്പിൻ്റെ നിറത്തിലും വെള്ളിയുടെ നിറത്തിലൊക്കെ ഉള്ള ജഗ്ഗുകൾ ഇവിടെ ഉണ്ട്. പഴയ നാണയങ്ങളും ഇടിക്കല്ല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ തണ്ടകൾ, ഒട്ടകങ്ങൾ ഇങ്ങനെ രൂപങ്ങൾ ഒരുപാട് വരിക്ക് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ രൂപം ഈ ഒരു കുതിരേൻ്റെ രൂപമാണ്. നമ്മളെ വീടുകളിലൊക്കെ വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവും എന്ന് പറയും കുതിരേൻ്റെ രൂപം. എനിക്ക് വാങ്ങാൻ തോന്നിയത് ഈ ബുദ്ധനെയാണ് കേട്ടോ, പക്ഷെ വാങ്ങിയില്ല. പിന്നെ നമ്മളെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നെടുത്ത് ഞാൻ ഉരച്ച് നോക്കി, പക്ഷെ നടന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച ആൾ വന്നില്ല കേട്ടോ. മലയാളി എല്ലായിട്ട് പോലും ആ കടക്കാരൻ്റെ കാര്യം മനസ്സിലായി. അങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ മിക്ക ഷോപ്പിലും ഊത് പുകയ്ക്കും. അങ്ങനെ ഞങ്ങൾ ഈ ഊതിൻ്റെ സ്മെല്ലും ആസ്വദിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫിഷിങ്ങിൻ്റെ ഷോപ്പിലേക്കാണ് കയറിയത്. ഇവിടെ ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാമഗ്രികളും കിട്ടുന്ന ഒരു വലിയൊരു ഷോപ്പാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മടങ്ങി. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.